നമസ്കാരം. ലൈവ് അറ്റ് 6 ആരംഭിക്കുകയാണ്. പാലക്കാട്ടെ ട്രോളി വിവാദത്തിന് ഏതാണ്ട് അവസാനമാകുന്നു. കാരണം പോലീസ് തന്നെ പറയുന്നു തെളിവില്ല എന്നുള്ളത്. ഇത് കോൺഗ്രസിന് പുതിയ ആയുധമായിട്ടുണ്ട്. ഇതടക്കം നിരവധി വാർത്തകളുണ്ട്. ആദ്യം തലക്കെട്ടുകളിലേക്ക്. പാലക്കാട്ടെ ട്രോളി ബാഗ് വിവാദത്തിൽ തെളിവില്ലെന്ന് പോലീസ്. പാലക്കാട് SP-ക്ക് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകി. തുടർ നടപടികൾ അവസാനിപ്പിക്കാനും പോലീസ്. മുൻ MLA-യുടെ മകന് ആശ്രിത നിയമനം നൽകിയ സർക്കാരിന് തിരിച്ചടി. നിയമനം റദ്ദാക്കിയത് ശരിവെച്ച് സുപ്രീം കോടതി. ഹൈക്കോടതി വിധിക്കെതിരെ സർക്കാർ അപ്പീൽ തള്ളി. ഒരു MLA-യുടെ മകന് എങ്ങനെ ആശ്രിത നിയമനം നൽകുമെന്ന് കോടതി. വിവിധ ജില്ലകളിൽ പെരുമഴ. മലപ്പുറം വഴിക്കടവിൽ കനത്ത മഴയിൽ ആദിവാസി ഊരൊറ്റപ്പെട്ടു. കാസർഗോഡ് ദേശീയപാതയിൽ വെള്ളക്കെട്ട്. ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. ശബരിമല കാനനപാതയിൽ തീർത്ഥാടകർക്ക് നിയന്ത്രണം. മുനമ്പം സമരം ഏറ്റെടുത്ത് UDF. ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് നേതാക്കൾ സമരവേദിയിൽ. സഭയിൽ പ്രമേയം കൊണ്ടുവരുമെന്ന് സതീശൻ. സംസ്ഥാനത്ത് വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കും. യൂണിറ്റിന് ശരാശരി 30 പൈസ വരെ കൂടും. റെഗുലേറ്ററി കമ്മീഷൻ ഒരാഴ്ചയ്ക്കുള്ളിൽ ഉത്തരവിറക്കും. സുധാകരനെ ഉന്നമിട്ട് കോൺഗ്രസും BJP-യും. സുധാകരനെ പുകഴ്ത്തി VD സതീശനും B ഗോപാലകൃഷ്ണനും. മംഗലപുരം വിഭാഗീയതയിൽ V ജോയിക്ക് പിന്തുണയുമായി CPM. മധു മുല്ലശ്ശേരിയെ കോൺഗ്രസിലെത്തിക്കാൻ നീക്കം. വളപട്ടണ മോഷ്ടാവ് അയൽവാസി. പ്രതി ലിജീഷിന്റെ വീട്ടിൽ നിന്ന് സ്വർണവും പണവും കണ്ടെത്തി. മോഷണം മുതൽ സൂക്ഷിച്ചത് കട്ടിലടിയിലെ അറയിൽ. പ്രതിയെ പിടിച്ചത് ലഡു വിതരണം ചെയ്ത് ആഘോഷിച്ച് പോലീസ്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. വിവാദമായ നീല ട്രോളി വിവാദത്തിൽ തെളിവില്ലെന്ന് പോലീസ്. തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന് പോലീസിന്റെ പ്രാഥമിക റിപ്പോർട്ട്. അത് അന്വേഷണ റിപ്പോർട്ട് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ പ്രാഥമിക റിപ്പോർട്ട് SP-ക്ക് കൈമാറി. UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ ബാഗിൽ കള്ളപ്പണം കൊണ്ടുവന്നുവെന്നായിരുന്നു ആരോപണം. CPM നേതാക്കളുടെ പരാതിയിൽ KPM ഹോട്ടലിൽ കോൺഗ്രസ് നേതാക്കൾ താമസിക്കുന്ന മുറികളിൽ പോലീസ് സംഘമെത്തി പരിശോധന നടത്തിയത് രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു. 22 CCTV ദൃശ്യങ്ങളും ഹോട്ടലിലെ ഹാർഡ് ഡിസ്കും പോലീസ് പരിശോധിച്ചു. ഇതിലൊന്നും തെളിവ് കണ്ടെത്താനായില്ലെന്ന റിപ്പോർട്ടാണ് സ്പെഷ്യൽ ബ്രാഞ്ച് DYSP പാലക്കാട് SP-ക്ക് നൽകിയത്. തുടർ നടപടികളില്ലാതെ കേസ് അവസാനിപ്പിക്കുമോ എന്ന ആകാംക്ഷയാണ് ഇപ്പോഴുള്ളത്. ട്രോളി ബാഗ് വിവാദം നാടകമാണെന്ന പ്രതിപക്ഷത്തിന്റെ അഭിപ്രായം സത്യമായെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. MP രാജേഷാണ് വിവാദത്തിന്റെ ഉത്തരവാദിയെന്നും ജനങ്ങളോട് മാപ്പ് പറയണമെന്നും സതീശൻ ആവശ്യപ്പെട്ടു. ഇത് പാതിരാ നാടകമാണ് എന്ന പ്രതിപക്ഷത്തിന്റെ അഭിപ്രായം 2 പ്രാവശ്യം അടിവരയിട്ട് പോലീസ് ഇല്ലേ? എന്താ അവിടെ നടന്നത്? ഇവിടെ പെട്ടിയുമായിട്ട് അവിടെ വന്നിട്ടുണ്ട്. ഇത് CPM-കാര്, BJP-കാര്, കോൺഗ്രസുകാര്, മാധ്യമപ്രവർത്തകര് എല്ലാം താമസിക്കുന്ന ഒരു ഹോട്ടലിൽ, CCTV ഉള്ള ഹോട്ടലിൽ സ്ഥാനാർത്ഥി പെട്ടിയുമായി വന്നു എന്ന് പറഞ്ഞൊരു പ്രചരണം ഉണ്ടാക്കി. രാത്രി 12:30 മണിക്ക് 2 വനിതാ കോൺഗ്രസ് നേതാക്കന്മാരുടെ മുറിയിൽ മാത്രം റെയ്ഡ് നടത്തി. ഈ പാതിരാ നാടകം നടത്തിയ മന്ത്രി MP രാജേഷും അളിയനും കൂടിയാണ് നടത്തിയെന്ന് ഞാൻ പറഞ്ഞു. 2 പേരും കൂടെ നടത്തിയത്. ജനങ്ങളോട് മാപ്പ് പറയണം. അവരോട് 2 പേരോട് മാപ്പ് പറയണം. രാത്രി 12:30-ക്കാണ് അവരുടെ മുറിയിൽ ഒരു വനിതാ പോലീസുകാരി ഇല്ലാതെ, സെർച്ച് വാറണ്ട് ഇല്ലാതെ ഈ വൃത്തികേട് കാണിച്ചത്. അല്ലാതെ അവിടെ പണം ഉണ്ടായെന്ന് ആരെങ്കിലും വിശ്വസിച്ചു? ചെങ്ങന്നൂർ മുൻ MLA KK രാമചന്ദ്രൻ നായരുടെ മകന് സർക്കാർ നൽകിയ ആശ്രിത നിയമനം റദ്ദാക്കിയ ഹൈക്കോടതി തീരുമാനം ശരിവെച്ച് സുപ്രീം കോടതി. R പ്രശാന്തിന്റെ നിയമനമാണ് റദ്ദാക്കിയത്. നിയമനം റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്കെതിരെ സർക്കാരും പ്രശാന്തും നൽകിയ അപ്പീൽ സുപ്രീം കോടതി തള്ളി. ഒരു MLA-യുടെ മകന് എങ്ങനെ ആശ്രിത നിയമനം നൽകാൻ കഴിയുമെന്ന് സുപ്രീം കോടതി ചോദിച്ചു. 2018 ജനുവരിയിൽ ചേർന്ന മന്ത്രിസഭാ യോഗമാണ് അന്തരിച്ച മുൻ MLA KK രാമചന്ദ്രൻ നായരുടെ മകൻ R പ്രശാന്തിന് നിയമനം നൽകാൻ തീരുമാനമെടുത്തത്.
പൊതുമരാമത്ത് വകുപ്പിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികയിലായിരുന്നു നിയമനം. ഇത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. നിയമനം ഭരണഘടനയുടെ 14-16 അനുച്ഛേദങ്ങളുടെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി നേരത്തെ റദ്ദാക്കിയിരുന്നു. ഇതിനെതിരെ നൽകിയ അപ്പീലാണ് സുപ്രീം കോടതി തള്ളിയത്. ഒരു MLAയുടെ മകന് എങ്ങനെ ആശ്രിത നിയമനം നൽകുമെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ചോദിച്ചു. കേരള സബോർഡിനേറ്റ് സർവീസ് ചട്ടം 39 പ്രകാരം തസ്തിക സൃഷ്ടിച്ച് നിയമന ഉത്തരവിറക്കാൻ സംസ്ഥാന മന്ത്രിസഭയ്ക്ക് അധികാരമുണ്ടെന്നായിരുന്നു സർക്കാർ വാദം. ഇത് വിശദമായി പരിശോധിച്ച സുപ്രീം കോടതി പ്രത്യേക അധികാരം ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ടതല്ലെന്ന് വിമർശിച്ചു. നിയമനത്തിനാവശ്യമായ യോഗ്യതകൾ പ്രശാന്തിനുണ്ട് എന്ന് പറഞ്ഞാണ് സർക്കാർ എല്ലാ ഘട്ടത്തിലും പ്രതിരോധിക്കാൻ ശ്രമിച്ചത്. ഇതിനും സുപ്രീം കോടതി നിലപാട് തിരിച്ചടിയായി. ഇതുവരെ വാങ്ങിയ ശമ്പളവും ആനുകൂല്യങ്ങളും തിരിച്ചുപിടിക്കരുതെന്ന ആർ പ്രശാന്തിന്റെ അപേക്ഷ സുപ്രീം കോടതി അംഗീകരിച്ചു. KK രാമേന്ദ്രൻ നായരുടെ കുടുംബത്തിന്റെ വായ്പാ ബാധ്യത തീർക്കാൻ ആവശ്യമായ പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അനുവദിച്ചത് നേരത്തെ വിവാദമായിരുന്നു. ന്യൂസ് 18 ഡൽഹി. ദുരിതം വിതച്ച ഫിഞ്ചാൽ, കേരളത്തിലും മഴ. കനത്ത നാശം വിതച്ച് വീശിപ്പോയ ഫിഞ്ചാൽ ചുഴലിക്കാറ്റിൽ തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും വ്യാപക നാശനഷ്ടം. തിരുവണ്ണാമലയിൽ ഉരുൾപൊട്ടലിൽ മണ്ണിനടിയിലായ 7 പേരിൽ 3 പേരുടെ മൃതദേഹം കണ്ടെടുത്തു. ഇവരടക്കം 13 പേരാണ് മഴക്കെടുതികളിൽ മരിച്ചത്. ശനിയാഴ്ച അർദ്ധരാത്രിയോടെ മഹാബലിപുരത്തിനും പുതുച്ചേരിക്കുമിടയിലാണ് ഫിൻജാൽ കരതൊട്ടത്. ഇതോടെ പുതുച്ചേരി, വിഴുപ്പുറം, ചെന്നൈ, ആന്ധ്രയിലെ നെല്ലൂർ മേഖലകളിൽ മഴ കൂടുതൽ ശക്തമായി. വിഴുപ്പുരം സാക്ഷിയായത് 50 വർഷത്തിനിടയിൽ ഏറ്റവും വലിയ വെള്ളപ്പൊക്കത്തിനാണ്. പുതുച്ചേരിയിലും വിഴുപ്പുരത്തും ഇപ്പോഴും പല പ്രദേശങ്ങളും വെള്ളത്തിനടിയിലാണ്. വൈദ്യുതാഘാതമേറ്റും മരം വീണുമാണ് 6 പേർ മരിച്ചത്. ഇന്നലെ രാത്രി 9:30യോടെയാണ് തിരുവണ്ണാമലയിൽ ഉരുൾപൊട്ടിയത്. താഴ്വാരത്തിൽ താമസിച്ചിരുന്നവരുടെ വീടുകൾ തകർന്നു. 5 കുട്ടികളടക്കം 7 പേരാണ് മണ്ണിനടിയിലായത്. രാത്രി തന്നെ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. പുലർച്ചെയോടെ 2 കുട്ടികളടക്കം 3 പേരുടെ മൃതദേഹങ്ങൾ ലഭിച്ചു. ദുർബലമായ ഫിൻജാൽ ന്യൂനമർദ്ദമായി ആന്ധ്രാതീരത്തുകൂടി സഞ്ചരിക്കുകയാണ്. കൃഷ്ണഗിരി, ബംഗളൂരു എന്നിവിടങ്ങളിലും കനത്ത മഴയാണ്. പരാശനേരി തടാകം കവിഞ്ഞതിനെ തുടർന്ന് സമീപത്തെ റോഡിലുണ്ടായിരുന്ന വാഹനങ്ങൾ ഒലിച്ചുപോയി. ഫിൻജാലിന്റെ സഞ്ചാര ദിശ പരിഗണിച്ച് ഇന്ന് തെലങ്കാനയിലെ 10 ജില്ലകളിൽ റെഡ് അലർട്ടാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പ് തുടരുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകൾക്ക് പുറമെ കാസർഗോഡും റെഡ് അലേർട്ടാണ്. ഇടുക്കി മുതൽ പാലക്കാട് വരെയുള്ള 4 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടിൽ മാറ്റമില്ല. മലയോര ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ്. ഏത് സാഹചര്യവും നേരിടാൻ സംസ്ഥാനം പൂർണ്ണ സജ്ജമെന്ന് മന്ത്രി കെ രാജൻ പ്രതികരിച്ചു. NDRFന്റെ 4 സംഘങ്ങൾ സംസ്ഥാനത്തുണ്ടെന്നും മന്ത്രി അറിയിച്ചു. കാസർഗോഡ് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. ട്യൂഷൻ സെന്ററുകൾ, അംഗനവാടികൾ, മദ്രസകൾ എന്നിവയ്ക്കും അവധി ബാധകമാണ്. ജില്ലയിൽ ഇന്ന് ഉച്ചയോടെ മഴ ശക്തമായി. ദേശീയപാതയിൽ നിർമ്മാണം പുരോഗമിക്കുന്ന പലയിടങ്ങളിലും വെള്ളം കയറി. മലപ്പുറം വഴിക്കടവിൽ കനത്ത മഴയിൽ ആദിവാസി നഗർ ഒറ്റപ്പെട്ടു. പുന്നപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെയാണ് വഴിക്കടവ്, പുഞ്ചക്കൊല്ലി, അളക്കൽ നഗറുകൾ ഒറ്റപ്പെട്ടത്. നീലഗിരി, വഴിക്കടവ് മേഖലകളിലെ കനത്ത മഴയാണ് പുഴയിൽ ജലനിരപ്പ് ഉയരാൻ കാരണം. 2018-ലുണ്ടായ പ്രളയത്തിൽ ഈ മേഖലയിലെ കോൺക്രീറ്റ് പാലം ഒലിച്ചു പോയിരുന്നു. മുള കൊണ്ടുണ്ടാക്കിയ ചെങ്ങാടമാണ് പുന്നപ്പുഴ കടക്കാൻ ഇവിടെയുള്ളവർ ഉപയോഗിച്ചിരുന്നത്. എന്നാൽ പുഴയിൽ ജലനിരപ്പ് വർദ്ധിച്ചതോടെ ചെങ്ങാടത്തിൽ പുഴ കടക്കാൻ പ്രയാസമാണ്. സംസ്ഥാനത്ത് ഉടൻ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കും. നിരക്ക് വർധനവിൻ്റെ ഭാഗമായി പബ്ലിക് ഹിയറിംഗ് അടക്കം പൂർത്തിയാക്കിയ റെഗുലേറ്ററി കമ്മീഷൻ ഒരാഴ്ചയ്ക്കുള്ളിൽ ഉത്തരവിറക്കും. യൂണിറ്റിന് ശരാശരി 30 പൈസ വരെ വർദ്ധിപ്പിക്കാനാണ് റെഗുലേറ്ററി കമ്മീഷൻ ആലോചിക്കുന്നത് എന്നാണ് സൂചന. നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ റെഗുലേറ്ററി കമ്മീഷൻ ഹിയറിംഗിൽ വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. ടോർച്ചുവെട്ടത്തിൽ രക്തസാമ്പിൾ എടുത്ത് സർക്കാർ ആശുപത്രി. കൊല്ലം കൊറ്റൻകര പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലാണ് ദുരവസ്ഥ. വൈദ്യുതിയും പകരം ജനറേറ്റർ സംവിധാനവുമില്ല. ഇതോടെ നിരവധി രോഗികൾ ബുദ്ധിമുട്ടുകയാണ്. മൊബൈൽ വെളിച്ചത്തിലാണ് ഇഞ്ചക്ഷനും രക്തസാമ്പിളും എടുക്കുന്നത്. കൊറ്റങ്കര പ്രാഥമിക ഹോസ്പിറ്റൽ ആശുപത്രി
അവിടെ ജനറേറ്റർ 2 മാസമായി ജനറേറ്റർ വർക്ക് ചെയ്യുന്നില്ല. രാവിലെ 9 മണിക്ക് പോയ കറണ്ടാണ്, വൈകുന്നേരം 6 മണിക്ക് ശേഷമേ കറണ്ട് വരത്തേ ഉള്ളൂ. ഞാൻ അവിടെ ചെല്ലുമ്പോൾ അകം മൊത്തം ഇരുട്ടാണ്. ആ ഇരുട്ടത്ത് നഴ്സുമാരുടെ അവരുടെ മൊബൈലിന്റെ വെളിച്ചത്തിൽ അവർ ഇഞ്ചക്ഷന്റെ മരുന്നുകൾ സെലക്ട് ചെയ്യുകയാണ്. പല രോഗികൾക്കും ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട്, പല രോഗികൾക്കും രക്തസാമ്പിളുകൾ എടുക്കുന്നുണ്ട്, പലർക്കും ട്രിപ്പിട്ട് കടത്തിയേക്കുന്നു. ഭയാനകരമായിട്ടുള്ള അവസ്ഥയാണ്, മനുഷ്യനെ പേടിപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ്. രോഗി സ്വയം സൂക്ഷിക്കേണ്ട അവസ്ഥയാണ്. മരുന്ന് മാറിപ്പോയിട്ടില്ലെന്ന് രോഗി സ്വയം ഉറപ്പാക്കേണ്ട ഒരു അവസ്ഥയിലാണ്. ആലപ്പുഴയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ ഡോക്ടർ പുഷ്പയ്ക്കെതിരെ നേരത്തെയും പരാതികൾ. ഗർഭസ്ഥ ശിശുവിന്റെ മരണത്തിനു കാരണം ഡോക്ടറുടെ അനാസ്ഥയാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പരാതി. കഞ്ഞിപ്പാടം സ്വദേശി ദേവികയാണ് 2022 പരാതി നൽകിയത്. കുട്ടിക്ക് അനക്കം കുറവെന്ന് ഡോക്ടർ പുഷ്പയെ അറിയിച്ചിട്ടും സ്കാനിങ്ങോ മറ്റ് പരിശോധനകളോ നടത്തിയില്ലെന്നാണ് ആരോപണം. പരാതിയുടെ പകർപ്പ് ന്യൂസ് 18 കിട്ടി. അയലത്തെ തസ്കരൻ. കണ്ണൂർ വളപട്ടണത്ത് വീട്ടിൽ നിന്ന് 300 പവനും 1 കോടി രൂപയും മോഷ്ടിച്ച കേസിൽ അയൽവാസി പിടിയിൽ. വെൽഡിംഗ് പണിക്കാരനായ ലിജീഷാണ് പിടിയിലായത്. മോഷണം പോയതിനേക്കാൾ 21 ലക്ഷം രൂപ അധികം പ്രതിയിൽ നിന്നും കണ്ടെടുത്തു. അതേസമയം 33 പവൻ സ്വർണം ഇനിയും കണ്ടെത്താനും ഉണ്ട്. മോഷണം നടന്ന് 10 ദിവസങ്ങൾക്ക് ശേഷമാണ് പ്രതിയുടെ അറസ്റ്റ്. അഷ്റഫും കുടുംബവും യാത്ര പോയ സമയത്തായിരുന്നു 1 കോടി രൂപയും 300 പവനും കവർന്നത്. അഷ്റഫുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു അയൽവാസി ലിജീഷിന്. CCTV ദൃശ്യവും വിരലടയാളവുമാണ് പ്രതിയിലേക്കെത്താൻ അന്വേഷണ സംഘത്തിന് സഹായകമായത്. പ്രതിയുടെ വീട്ടിലെ കട്ടിലിനടിയിൽ പ്രത്യേകം സജ്ജീകരിച്ച അറയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു മോഷ്ടിച്ച പണവും സ്വർണവും. മോഷണം പോയവയെന്ന് പറയുന്ന 300 പവനിൽ 267 പവൻ സ്വർണം കണ്ടെടുത്തു. അതേസമയം മോഷണം പോയതിനേക്കാൾ കൂടുതൽ പണം കണ്ടെടുത്തിട്ടുണ്ട്. 1 കോടി കണ്ടെത്തേണ്ട സ്ഥലത്ത് കിട്ടിയത് 1 കോടി 21 ലക്ഷം രൂപ. വെൽഡിംഗ് ജോലിക്കാരനാണ് ലിജീഷ്. മോഷണശേഷവും ആർക്കും സംശയം തോന്നാത്ത നിലയിലായിരുന്നു പെരുമാറ്റം. കവർച്ചയ്ക്കെത്തുമ്പോൾ ധരിച്ചിരുന്ന മുഖംമൂടിയും വസ്ത്രവും പ്രതി കത്തിച്ചു കളഞ്ഞതായും അന്വേഷണ സംഘം കണ്ടെത്തി. ലിജീഷാണ് പ്രതിയെന്ന് അറിഞ്ഞതിന്റെ അമ്പരപ്പിലാണ് നാട്ടുകാർ. അറസ്റ്റ് വാർത്തയറിഞ്ഞ് 100 കണക്കിന് ആളുകൾ പോലീസ് സ്റ്റേഷനു മുന്നിൽ തടിച്ചുകൂടി. ന്യൂസ് 18 കണ്ണൂർ. ഇടവേള. വഖഫ് പ്രശ്നം പരിഹരിക്കാൻ സംസ്ഥാന വ്യാപകമായി പ്രചരണം നടത്താൻ UDF. വഖഫ് ഭൂമിയല്ല ഇതെന്ന നിലപാട് സർക്കാർ കോടതിയിൽ പറഞ്ഞാൽ പ്രശ്നം തീരുമെന്നും വിഷയത്തിൽ നിയമസഭയിൽ പ്രമേയം കൊണ്ടുവരുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. തീർച്ചയായിട്ടും ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ മുനമ്പം സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവർക്ക് അവകാശപ്പെട്ട ഭൂമി അവർക്ക് തിരിച്ചു കൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരപരിപാടികളും അവരുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രചരണ പരിപാടികളും ഞങ്ങൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയാണ്. കരുവന്നൂർ കേസിൽ CPM PR നേതാവ് PR അരവിന്ദാക്ഷനും കരുവന്നൂർ ബാങ്ക് മുൻ അക്കൗണ്ടന്റ് CK ജിൽസും കുറ്റം ചെയ്തതായി കരുതാൻ ന്യായമായ കാരണങ്ങളില്ലെന്ന് ഹൈക്കോടതി. ED ആരോപണങ്ങളിൽ സിംഗിൾ ബെഞ്ച് സംശയം പ്രകടിപ്പിച്ചു. ഇരുവർക്കും ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. ജാമ്യം അനുവദിക്കാനുള്ള കാരണങ്ങൾ വ്യക്തമാക്കവെയാണ് കോടതിയുടെ ഈ നിരീക്ഷണങ്ങൾ. 1 വർഷത്തിലധികമായി ഇരുവരും ജയിലിലാണ്. പാർട്ടിയിലെ ഉൾപാർട്ടി ഉടക്കിലാണ്. സമ്മേളനവേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയ മംഗലപുരം മുൻ ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരിയെ CPM ഉടൻ പുറത്താക്കും. മധുവിനെ പുറത്താക്കണമെന്ന നിലപാട് ജില്ലാ സെക്രട്ടേറിയറ്റ് സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചു. BJPയിലേക്ക് പോകുമെന്ന സൂചന നൽകിയ മധു CPMവുമായി ഇനി ഒരു ബന്ധവുമില്ലെന്നും വ്യക്തമാക്കി. പാർട്ടി നേതൃത്വത്തെ വെല്ലുവിളിച്ചും വെട്ടിലാക്കിയുമാണ് ഇന്നലെ മംഗലപുരം ഏരിയ സമ്മേളനത്തിൽ നിന്ന് മധു മുല്ലശ്ശേരി ഇറങ്ങിപ്പോയത്. ഏരിയ സെക്രട്ടറി സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതോടെ മധു ഇറങ്ങിപ്പോവുകയായിരുന്നുവെന്നാണ് പാർട്ടിയുടെ വിശദീകരണം. മംഗലപുരം സമ്മേളനം കഴിഞ്ഞ് അവിടെ ഏരിയ സെക്രട്ടറി ആയിരുന്ന മധു പിന്നീട് ഇറങ്ങിപ്പോയി എന്നും പിന്നീട് പാർട്ടിക്കെതിരായിട്ടുള്ള വർത്തമാനം അയാളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്നും പറയുന്നത് തികഞ്ഞ അവാസ്തവമായിട്ടുള്ള കാര്യമാണ്. സ്വാഭാവികമായിട്ട് ഒരു ചർച്ച അക്കാര്യത്തിൽ വരും. മധുവിന്റെ നിലപാടിനെ സംബന്ധിച്ച് പാർട്ടിക്ക് വ്യത്യസ്ത അഭിപ്രായമാണുള്ളത്. ലീഡർഷിപ്പ് അക്കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്.
ഇന്ന് രാവിലെ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റിൽ മധുവിനെതിരെ രൂക്ഷ വിമർശനമുണ്ടായി. BJPയുമായി നേരത്തെ ധാരണയെത്തിയ ശേഷമുള്ള നാടകമെന്നും അഭിപ്രായമുയർന്നു. മധു പോയത് പാർട്ടിക്ക് ക്ഷീണമെന്ന് സംബന്ധിച്ച കടകംപള്ളി സുരേന്ദ്രൻ മധുവിനൊപ്പം അയാളുടെ മകൻ പോലും പാർട്ടി വിടില്ലെന്നും വെല്ലുവിളിച്ചു. ഈ സമ്മേളനത്തിൽ പരാജയപ്പെട്ട ഒരു സ്നേഹിതന്റെ ആത്മവിലാപം എന്ന് വേണമെങ്കിൽ അതിനെ പറഞ്ഞ് നമുക്ക് അവഗണിച്ച് കളയാവുന്ന ഒരു കാര്യം മാത്രമാണ്. ഏറ്റവും കൂടുതൽ ഏരിയ കമ്മിറ്റി മെമ്പർമാർ അനുകൂലിക്കുന്നത് ആരെയാണെന്ന് നോക്കിയിട്ട് അവരെ സെക്രട്ടറി ആയിട്ട് നിശ്ചയിക്കുക എന്ന് പറയുന്ന ജനാധിപത്യപരമായിട്ടുള്ള മര്യാദ നമ്മൾ കാണിച്ചത്. അത് ഉൾക്കൊള്ളാൻ ഉള്ള രാഷ്ട്രീയമായിട്ടുള്ള കാഴ്ചപ്പാടോ വിവേകമോ സംഘടനാപരമായിട്ടുള്ള ശക്തിയോ ഇല്ലാതെ പോയ ഒരാളായി പോയി ഈ മധു എന്ന് പറയുന്ന ആള്. ഏതിൽ പോകുന്നതിനോട് നമുക്ക് യോജിപ്പൊന്നുമില്ല. ആർക്കും ഏതിൽ പോകാനുള്ള സ്വാതന്ത്ര്യമുള്ളൂ. അതെ, ഞങ്ങൾക്ക് ലേശം ക്ഷീണം അക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. BJPയുമായി ചർച്ച നടത്തിയെന്ന ആരോപണം നിഷേധിക്കാത്ത മധു മുല്ലശ്ശേരി ജില്ലാ സെക്രട്ടറി വി ജോയിക്കെതിരെ രൂക്ഷ വിമർശനങ്ങൾ ആവർത്തിച്ചു. ജില്ലാ സെക്രട്ടറിയായി വി ജോയി വന്നതിന് ശേഷം ഈ ഒരു വർഷക്കാലത്തിനിടയിൽ എനിക്ക് നേരിട്ട ദുരനുഭവങ്ങൾ വലുതാണ്. മംഗലപുരത്തൊരു പാർട്ടി ഏരിയ കമ്മിറ്റി ഇപ്പം ഇല്ല. ആ കമ്മിറ്റിയെ വിഭാഗീയ പ്രവർത്തനം നടത്തി സ്വന്തം താല്പര്യത്തിന് വേണ്ടി നുണക്കാരുടെ കൂട്ടുപിടിച്ച് ആ ഏരിയ കമ്മിറ്റിയെ ഇല്ലാതാക്കുന്ന സമീപനമാണ് ജോയി നടത്തുന്നത്. CPM പാർട്ടി ഏരിയ കമ്മിറ്റി എടുക്കുന്ന എല്ലാ തീരുമാനങ്ങൾക്കും വിരുദ്ധമായാണ് ജോയി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഈ പറയുന്ന നേതാക്കളെ ആരെങ്കിലും മക്കൾ ഉണ്ടോ ഇന്ന് പാർട്ടി പ്രവർത്തനം നടത്താനായിട്ട്? സ്വന്തം താല്പര്യത്തിന് വേണ്ടി എല്ലാ മക്കളും ഒന്ന് വിദേശത്തായിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജോലിയിലായിരിക്കും. എൻ്റെ മോൻ DYPയുടെ മേഖലാ സെക്രട്ടറിയാണ്, പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗമാണ്. ആ സഖാവ് എന്നോടൊപ്പം ഇല്ലെന്ന് പറഞ്ഞാൽ എന്ത് ആക്ഷേപഹാസ്യമാണ്. കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നുണ്ട് സ്വന്തം മകൻ പോലും കാണില്ല എന്നുള്ളത്. ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ BJPക്കാരുമായിട്ട് ബന്ധമുണ്ട്, കോൺഗ്രസ്സുകാരുമായിട്ട് ബന്ധമുണ്ട്, പല വ്യക്തികളും എന്നെ കാണുന്നുണ്ട്, ഞാൻ അവരുമായിട്ട് സംസാരിക്കുന്നുണ്ട് എന്നുള്ളതല്ലാതെ വേറെ ആരുമായിട്ടൊരു ബന്ധം എനിക്കില്ല. ഞാൻ അതിൻ്റെ 42 വർഷമായി പ്രവർത്തന രംഗത്ത് വന്നത്. CPMൽ സമ്മേളനകാലത്ത് സംഘടനാ നടപടി സാധാരണമല്ല. അതിനാലാണ് മധുവിനെ പുറത്താക്കാൻ സംസ്ഥാന നേതൃത്വത്തിന്റെ അനുമതി കാക്കുന്നത്. പാർട്ടിയുമായി ഒരു ബന്ധവുമില്ലെന്ന് വ്യക്തമാക്കിയ മധു പുറത്താക്കും മുമ്പേ പുതിയ ലാവണങ്ങൾ തേടുകയാണ്. BJPക്ക് പുറമെ കോൺഗ്രസ് നേതാക്കളുമായും മധു ചർച്ച നടത്തുന്നുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. മറ്റു വാർത്തകളിലേക്ക്. അതേസമയം മധു മുല്ലശ്ശേരി ഒപ്പം ചേർക്കാൻ കോൺഗ്രസ് ജില്ലാ നേതൃത്വം നീക്കം സജീവമാക്കി. മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ മധു മുല്ലശ്ശേരിയുമായി ആദ്യഘട്ട ചർച്ച നടത്തി. അല്പം കൂടി കാത്തിരിക്കണമെന്നും തീരുമാനം അറിയിക്കാമെന്നുമാണ് മധു കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചതെന്നാണ് വിവരം. കേരള കോൺഗ്രസ് എം മുന്നണി മാറാൻ ആലോചിക്കുന്നുവെന്നത് മാധ്യമ സൃഷ്ടിയെന്ന മന്ത്രി VN വാസവൻ. ചർച്ചകളൊന്നും നടന്നിട്ടില്ല. വാർത്തയ്ക്ക് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട്. ജോസ് കെ മാണിയും സ്റ്റീഫൻ ജോർജും നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും വാസവൻ പറഞ്ഞു. ചില മാധ്യമങ്ങളുടെ ഭാവനാ സൃഷ്ടികൾ അവരെ എങ്ങനെയെങ്കിലും UDFൽ എത്തിക്കാൻ കഴിയുമെന്നുള്ള വലിയ ശ്രമങ്ങളാണ് അവർ നടക്കുക. എൻ്റെ പിന്നിൽ വലിയ ഗൂഢാലോചനയാണ് നടക്കുന്നത്. അല്ലാതെ കേരള കോൺഗ്രസ് പാർട്ടി അങ്ങനെ ആലോചിച്ചിട്ടേ ഇല്ല, അങ്ങനെ അജണ്ട ഞങ്ങളുടെ മുമ്പിലില്ല എന്ന് ചെയർമാനും ബന്ധപ്പെട്ട പാർട്ടി സെക്രട്ടറി എല്ലാം തീർത്തു പറഞ്ഞു. അപ്പോൾ പിന്നെ അതിനപ്പുറത്ത് കാര്യം നമുക്ക് പറയാനില്ലല്ലോ. ജോസ് കെ മാണിയുമായി ഒരു വിധത്തിലുള്ള ചർച്ചയും നടന്നിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ജോസ് കെ മാണി ഇപ്പോൾ LDFലാണെന്നും അത്തരമൊരു രാഷ്ട്രീയ സാഹചര്യം വരുമ്പോൾ ആലോചിച്ചാൽ മതിയെന്നും സതീശൻ പ്രതികരിച്ചു. ആ വാർത്ത തെറ്റാണ്. കാരണം ഒരു തരത്തിലുള്ള ചർച്ചയും കേരള കോൺഗ്രസ് മാണി വിഭാഗവുമായിട്ട് നടത്തിയിട്ടില്ല. UDF നേതൃത്വത്തിലിരിക്കുന്ന ആളുകളല്ലേ ഞങ്ങൾ അറിയാതെ വേറൊരു ഘടകകക്ഷിയുടെ ചർച്ചയാണ്. അദ്ദേഹം ഇപ്പോൾ LDF നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. എന്തിനാ ഞങ്ങൾ അദ്ദേഹത്തിന്റെ ഒരു വിശ്വാസ്യതയെ ഞങ്ങൾ ചോദ്യം ചെയ്യണം? ഞങ്ങൾ ചർച്ച നടത്തുന്നുണ്ടെങ്കിൽ അത് അങ്ങനത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം വരുമ്പോൾ ആലോചിക്കാം. ഇപ്പം അതില്ല. പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റിൽ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. അദാനി, മണിപ്പൂർ, സംഭാൽ വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിപക്ഷം ഇരുസഭകളിലും ബഹളം വച്ചത്. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും ആദ്യം 12 മണി വരെ നിർത്തിവെച്ചു. തുടർന്ന് വീണ്ടും ചേർന്നെങ്കിലും പ്രതിഷേധം തുടർന്നതിനാൽ ഇന്നത്തേക്ക് പിരിഞ്ഞു. माननीय सदस्यगणों, प्रश्नकाल आपका समय है. मैं आग्रह करता हूं कि प्रश्नकाल को आप चलने दें. कृपया अपनी अपनी सीट पर विराजें. അദാനിക്ക് കുറ്റപത്രം നൽകിയ വിഷയത്തിൽ പ്രതിപക്ഷം ഇന്നും ചർച്ച ആവശ്യപ്പെട്ടു. ഒപ്പം മണിപ്പൂർ കലാപം, സംഭാൽ പോലീസ് വെടിവെപ്പ്, ഭങ്കൽ ചുഴലിക്കാറ്റുണ്ടാക്കിയ നാശനഷ്ടം, ഇന്ന് ഡൽഹിയിൽ കർഷകർ നടത്തുന്ന പാർലമെന്റ് മാർച്ച് തുടങ്ങിയ വിഷയങ്ങളിലാണ് പ്രതിപക്ഷം നോട്ടീസ് നൽകിയത്. ചർച്ച ആവശ്യപ്പെട്ടാണ് പ്രതിപക്ഷം ബഹളവുമായി നടുത്തളത്തിലേക്ക് ഇറങ്ങിയത്. എന്നാൽ അദാനി വിഷയത്തിൽ ഇന്ത്യ മുന്നണിക്കൊപ്പമില്ലെന്ന നിലപാട് തൃണമൂൽ കോൺഗ്രസ് വ്യക്തമാക്കി.
കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ ചേംബറിൽ ചേർന്ന ഇന്ത്യ മുന്നണി നേതാക്കളുടെ യോഗത്തിൽ തൃണമൂൽ പ്രതിനിധി പങ്കെടുത്തില്ല. ബംഗാളിന്റെ പ്രശ്നങ്ങൾക്കാണ് തൃണമൂൽ മുൻഗണന നൽകുന്നതെന്നും പാർലമെന്റ് തടസ്സപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ലെന്നും തൃണമൂൽ എം പി സുദീപ് ബന്ദോപാധ്യായ പറഞ്ഞു. They are showing their not interest that the house runs, and the house belongs to the opposition. But this BJP government is not in a mood also to run the house. ഭരണഘടന ഉറപ്പു നൽകുന്ന തരത്തിൽ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറായാൽ സഹകരിക്കാൻ തയ്യാറാണെന്ന് കോൺഗ്രസ് നേതാവ് KC വേണുഗോപാൽ. സ്പീക്കറെ കണ്ട സഭാ നടപടികൾ സുഗമമാക്കാൻ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും വേണുഗോപാൽ പറഞ്ഞു. We are ready for running the house, provided there should be a discussion on constitution, which they promised to us. നവംബർ 25-ന് സഭാ സമ്മേളനം തുടങ്ങിയ ദിവസം മുതൽ പ്രതിപക്ഷ പ്രതിഷേധവും തുടരുകയാണ്. ഡിസംബർ 20 വരെയാണ് ശീതകാല സമ്മേളനം. ഗോദ്ര വിഷയം കേന്ദ്ര പ്രമേയമാക്കിയ വിവാദ ചിത്രം സബർമതി റിപ്പോർട്ട് ഇന്ന് പാർലമെന്റിൽ പ്രദർശിപ്പിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, സ്പീക്കർ ഓം ബിർള തുടങ്ങിയ നേതാക്കളും സിനിമ കാണാനെത്തും. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് വീണ്ടും കർഷകരോഷം. പോലീസ് ബാരിക്കേഡുകൾ മറികടന്ന് ഡൽഹി ചലോ മാർച്ചിനെത്തിയ കർഷകർ ഡൽഹി ഉത്തർപ്രദേശ് അതിർത്തിയിൽ പല തട്ടുകളായി നിരത്തിയിരുന്ന പോലീസ് ബാരിക്കേഡുകൾ ചാടിക്കടന്നു. ഡൽഹി അതിർത്തികളിലെല്ലാം പല തട്ടുകളായി ബാരിക്കേഡുകൾ നിരത്തി സമരക്കാരെ തടഞ്ഞിരിക്കുകയാണ് പോലീസ്. കാർഷിക വിളകൾക്ക് താങ്ങുവില ഗ്യാരണ്ടി നൽകുക, കർഷക സമരത്തെ തുടർന്ന് സർക്കാർ നൽകിയ ഉറപ്പുകൾ ഉടൻ നടപ്പാക്കുക, ഏറ്റെടുത്ത കാർഷിക ഭൂമിക്ക് കൂടുതൽ നഷ്ടപരിഹാരം നൽകുക, കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും പെൻഷൻ നൽകുക. പ്രധാനമായും ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പാർലമെന്റ് മാർച്ച്. മുൻകാലങ്ങളിലെ പോലെ സർക്കാർ ഉറപ്പിൽ സമരം നിർത്തില്ല, ആവശ്യങ്ങൾ നടപ്പാക്കിയാലേ നിർത്തൂ. ഇതാണ് കർഷക സംഘടനകളുടെ നിലപാട്. സമരം അതിർത്തിയിൽ തടഞ്ഞാൽ അവിടെ തുടരും. വരും ദിവസങ്ങളിൽ കൂടുതൽ കർഷകരെത്തും. സമരം കടുപ്പിക്കാൻ തന്നെയാണ് തീരുമാനം. കർഷക സംഘടനകളുടെ സംയുക്താഭിമുഖ്യത്തിലാണ് സമരം. ഹരിയാന, പഞ്ചാബ്, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കർഷകർ സമരത്തിനെത്തും. വിഷയം കൈവിട്ടുപോകാനുള്ള സാധ്യത മുന്നിൽ കണ്ട് തുടക്കത്തിൽ തന്നെ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ വിഷയത്തിൽ ഇടപെട്ടു. കർഷക പ്രശ്നം പരിഹരിക്കണമെന്ന് സർക്കാരിനോട് നിർദ്ദേശിച്ച ഉപരാഷ്ട്രപതി ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കണമെന്ന് കർഷകരോടും അഭ്യർത്ഥിച്ചു. പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ശംഭുവിൽ തമ്പടിച്ചിരിക്കുന്ന കർഷകരും വരും ദിവസങ്ങളിൽ മാർച്ചിൽ പങ്കാളികളാകും. ആവശ്യമായി വന്നാൽ റോഡരികിൽ താമസിച്ച് മുൻകാലങ്ങളിലെ പോലെ സമരം തുടരാനുള്ള ഒരുക്കത്തിലാണ് കർഷക സംഘടനകൾ. കർഷകാവശ്യത്തെ രാഷ്ട്രീയമായി കാണാതിരിക്കാനായി മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് കഴിയും വരെ കാത്തിരിക്കുകയായിരുന്നു കർഷക സംഘടനകൾ. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രി പ്രതിസന്ധിക്ക് ഇന്നും പരിഹാരമാകാൻ സാധ്യതയില്ല. അനാരോഗ്യ കാരണം ചൂണ്ടിക്കാട്ടി ഇന്നത്തെ പരിപാടികളെല്ലാം കാവൽ മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ റദ്ദാക്കി. BJP നേതൃത്വവുമായി ചർച്ചയ്ക്കായി NCP നേതാവ് അജിത് പവാർ ഡൽഹിക്ക് പോയി. മഹാരാഷ്ട്രയിൽ തർക്കപരിഹാരത്തിനായി അനൌദ്യോഗിക ചർച്ചകൾ പല വഴിക്ക് നടക്കുകയാണ്. മഹായുതിയിലെ 3 പ്രധാന പാർട്ടികളുടെയും നേതാക്കളായ ദേവേന്ദ്ര ഫട്നാവിസ്, ഏക്നാഥ് ഷിൻഡെ, അജിത് പവാർ എന്നിവർ യോഗം ചേർന്ന് ഇന്ന് തീരുമാനമാക്കുമെന്നായിരുന്നു രാവിലെ വന്ന സൂചന. എന്നാൽ ആ ചർച്ച ഇന്നു നടക്കില്ലെന്നുറപ്പായി. അനാരോഗ്യം ചൂണ്ടിക്കാട്ടി ഇന്നത്തെ പരിപാടികളെല്ലാം ഏക്നാഥ് ഷിൻഡെ ഒഴിവാക്കി. ഡൽഹിയിൽ BJP നേതാക്കളുമായി ചർച്ച നടത്തി പ്രശ്നപരിഹാരം സാധ്യമാക്കാനുള്ള ശ്രമത്തിലാണ് NCP നേതാവ് അജിത് പവാർ. കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനെയും ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാനിയെയും നിരീക്ഷകരായി BJP നിയോഗിച്ചു. तभी हम लोग वहाँ जाकर सबको मिलेंगे और फिर पूरा हाईकमांड को बताएंगे और फिर हाईकमांड जो कहेगी उससे हम वहाँ के नेता चुनते हुए जाहिर डिक्लेयर करेंगे. ഇതിലും പരിഹാരമായില്ലെങ്കിൽ അമിത്ഷായോ JP നദ്ദയോ ഷിൻഡെയുമായി വീണ്ടും ചർച്ച നടത്തുന്നതും പരിഗണനയിലാണ്. 2.5 വർഷം മുഖ്യമന്ത്രി സ്ഥാനമെന്ന അവകാശവാദം ഉപേക്ഷിക്കാൻ ഏക്നാഥ് ഷിൻഡെ തയ്യാറായി. എന്നാൽ ആഭ്യന്തര വകുപ്പിൽ വിട്ടുവീഴ്ചയില്ലെന്ന നിലപാടിൽ മാറ്റമില്ല. ആഭ്യന്തരം വിട്ടുകൊടുക്കാൻ BJPയും തയ്യാറല്ല. ഇവിടെ തട്ടി നിൽക്കുകയാണ് ചർച്ച. ദേവേന്ദ്ര ഫട്നാവിസ് തന്നെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയാവുമെന്ന് ഉറപ്പിക്കാം. പക്ഷേ തർക്കം പരിഹരിക്കാതെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്താനാവില്ല. ആഭ്യന്തരം കിട്ടിയില്ലെങ്കിൽ മന്ത്രിസഭയിലേക്കില്ല എന്നതാണ് ശിവസേന നിലപാട്. പൊളിറ്റിക്കൽ ബ്യൂറോ, ന്യൂസ് 18. ലെബനനിൽ വെടിനിർത്തൽ കരാർ വീണ്ടും ലംഘിച്ച ഇസ്രായേൽ. തെക്കൻ ലെബനനിൽ വീടുകൾക്ക് നേരെ ഇസ്രായേൽ സൈന്യം വെടിവെച്ചു. കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഇസ്രായേലും ലെബനനും യുദ്ധം നിർത്താൻ ധാരണയായത്. അതിനുശേഷം
52 തവണ ഇസ്രായേൽ ആക്രമണം നടത്തിയെന്ന് ഫ്രാൻസിന്റെ നേതൃത്വത്തിലുള്ള നിരീക്ഷണ സംഘം വ്യക്തമാക്കി. ഏത് നിമിഷവും വെടിനിർത്തൽ കരാർ പൊളിഞ്ഞേക്കുമെന്നാണ് ആശങ്ക. വിസിക്കി ന്യൂസ് സ്കോർ റാങ്കിങ്ങിൽ ഒന്നാമതായി റിലയൻസ് ഇൻഡസ്ട്രീസ്. മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിന്ന ഇന്ത്യൻ കോർപ്പറേറ്റായി റിലയൻസ് FMCG ബാങ്കിംഗ് കമ്പനികളെയും പിന്നിലാക്കി. വരുമാനം, ലാഭം, വിപണി മൂല്യം, സ്വാധീനം എന്നിവ കണക്കിലെടുത്താണ് നേട്ടം. 2024 ന്യൂസ് സ്കോറിൽ 100-ൽ 97.43 സ്കോർ നേടി. ന്യൂസ് വോളിയം, ഹെഡ്ലൈൻ പ്രസൻസ്, മാധ്യമങ്ങളുടെ റീച്ച്, റീഡർഷിപ്പ് എന്നീ ഘടകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് വിസിക്കി ന്യൂസ് സ്കോർ പുറത്തുവിടുന്നത്. ക്യാൻസർ നേരത്തെ കണ്ടെത്താൻ ലളിതമായ ബ്ലഡ് ടെസ്റ്റ്. മുകേഷ് അംബാനി നയിക്കുന്ന റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെ അനുബന്ധ സ്ഥാപനം സ്ട്രാൻഡ് ലൈഫ് സയൻസസാണ് ക്യാൻസർ ചികിത്സയിൽ നിർണായകമാകുന്ന ബ്ലഡ് ടെസ്റ്റ് സംവിധാനം ലോഞ്ച് ചെയ്തത്. ഒന്നിലധികം അർബുദങ്ങൾ നേരത്തെ കണ്ടെത്തുന്നതിന് സഹായിക്കുന്ന നവീന ബ്ലഡ് ടെസ്റ്റാണിത്. ക്യാൻസർ സ്പോട്ട് എന്നാണ് ഈ രക്തപരിശോധന സംവിധാനത്തിന് പേര് നൽകിയിരിക്കുന്നത്. ക്യാൻസർ സ്പോട്ട് പരിശോധനയിൽ ക്യാൻസർ ട്യൂമർ DNA ശകലങ്ങൾ തിരിച്ചറിയാൻ ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ട ഏറ്റവും പുതിയ മെത്തിലേഷൻ പ്രൊഫൈലിംഗ് സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കുക. ക്യാൻസർ റേഡിയേഷൻ ചികിത്സാ രംഗത്ത് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഏറ്റവും നൂതനവും കൃത്യതയുമാർന്ന സംവിധാനമായി കിംസ് ഹെൽത്ത് ക്യാൻസർ സെന്റർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തു. റേഡിയേഷൻ ചികിത്സയ്ക്കായി അത്യാധുനിക സർഫേസ് ഗൈഡഡ് റേഡിയോ തെറാപ്പി സാങ്കേതിക വിദ്യയോട് കൂടിയ ഇന്ത്യയിലെ രണ്ടാമത്തെ സംവിധാനമാണിത്. കിംസ് ഹെൽത്ത് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ MI സഹദുള്ള, ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജി ഡയറക്ടർ ഡോക്ടർ സഞ്ജയ് ബഹാരി, ബ്ലാക്ക് സ്റ്റോൺ സീനിയർ മാനേജിംഗ് ഡയറക്ടർ ഗണേഷ് മണി, രശ്മി ആയിഷ തുടങ്ങിയവർ പങ്കെടുത്തു.